നമസ്കാരം, കുട്ടികളും സോഴ്സാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്വസ്റ്റനൊക്കെ തുടങ്ങാം. ഒട്ടും സമയമില്ല, എക്സാമൊക്കെ അടുത്തിരിക്കുകയാണല്ലേ, ഭയങ്കരമായിട്ടുള്ള പഠിത്തമായിരിക്കും അല്ലേ. ഓക്കെ, നന്നായിട്ട് പഠിച്ച മക്കളെ. കാരണം ഈ പഠിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമാക്കണ്ട. ഇതിൽ നിന്നും കിട്ടുന്ന പ്രയോജനം നമ്മൾ നോക്കുമ്പോൾ വളരെ വലുതാണ്. നേരെ തിരിച്ച് ഇതിൽ നിന്നും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, മീൻസ് പഠിക്കാതെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അതിഭയാനകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം പഠിക്കുക, ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം പല രീതിയിൽ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, മീൻസ് അവിടെ വ്യത്യാസങ്ങൾ, ആ ജീവിക്കുന്നതിലൊക്കെ ഒത്തിരി വലുതാണ് ആ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു. സ്റ്റാർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ. If k is a root of the equation x square minus 4x plus 1 is equal to 0, then what is the value of tan inverse k plus tan inverse 1 by k? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണേ. If k is a root of the quadratic equation x square minus 4x plus 1 equal to 0 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലായി അല്ലേ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 2 വാല്യൂസ്. അതിനുള്ളിൽ ഒരാള് ആരാണ്? k ആണ്. k എന്ന് പറഞ്ഞാൽ അതിന്റെ 1 റൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ tan inverse k plus tan inverse 1 by k ആരാണെന്നാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യും നമ്മൾ? ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? നമുക്കറിയാവുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങോട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസോ അങ്ങോട്ട് ചെയ്യാമല്ലോ. അത് നിങ്ങൾ ചെയ്തേക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 ഈക്വൽ 0. എ 1 ആണ്, ബി മൈനസ് 4 ആണ്, സി 1 ആണ്. then x ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 the whole square minus 4 into 1 into 1 whole divided by 2 into 1. That is 4 plus or minus root of 12 divided by 2. ശരിയാണല്ലോ. 16 minus 4. റൂട്ട് ഓഫ് 12 നമുക്ക് എങ്ങനെ എഴുതാം? 4 into 3 എന്ന് എഴുതാം. 4 ന്റെ റൂട്ട് 2 പുറത്ത് വരും. ഇപ്പൊ 2 root 3 എന്ന് എഴുതാം. ഓക്കെ, that is 4 plus or minus 2 root 3 by 2. 2 നെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ 2 plus or minus root 3 by 2 ക്യാൻസൽ ആയി കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന റൂട്ടുകൾ ആരൊക്കെയാ? 2 plus root 3 2 minus root 3. അപ്പൊ നമുക്ക് 1 root is given. അപ്പൊ നോക്കിക്കേ, k എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു റൂട്ട് ആണ്. അപ്പൊ നമുക്ക് 2 റൂട്ട് കിട്ടിയപ്പോ ആദ്യത്തെ റൂട്ടിനെ നമുക്ക് ആരെന്ന് പേര് കൊടുക്കാം? k. കണ്ടോ, k is a root. അപ്പൊ k യുടെ വാല്യൂ ആദ്യത്തെ റൂട്ടായ 2 plus root 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ tan inverse k plus tan inverse 1 by k. ഓക്കെ, ശ്രദ്ധിക്കാം. നോക്കിയേ, tan inverse k plus tan inverse 1 by k. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. k യുടെ വാല്യൂ 2 plus root 3. അപ്പൊ എങ്ങനെ വരും മോനെ? tan inverse 2 plus root 3 plus tan inverse 1 by 2 plus root 3. ശരിയാണല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ? That is equal to tan inverse 2 plus root 3 plus 1 by 2 plus root 3 ഉണ്ട്. ഈ രണ്ടാമത്തെ tan inverse കിടക്കുന്നതിനെ അവനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് tan inverse 2 minus root 3 എന്ന് എഴുതാം കേട്ടോ. 1 by 2 plus root 3 നമുക്ക് ഡിനോമിനേറ്റർ ആണ് ഈ 2 plus root 3 അല്ലേ. ഇതിനെ നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മീൻസ് സൈൻ മാറ്റി താഴെ മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്ത് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്താൽ tan inverse 2 minus root 3 എന്ന് മാറും. ഇതൊക്കെ നല്ല പരിചയം വേണം കേട്ടോ. 1 by 2 plus root 3 എന്ന് പറഞ്ഞാൽ അത് 2 minus root 3 ഈക്വൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ tan inverse 2 plus root 3 plus tan inverse 2 minus root 3 എന്ന് കിട്ടി. ഇതൊന്നും പക്ഷെ വലിയ പരിചയമുള്ള ആൾക്കാരുണ്ട് അല്ലേ. 2 plus root 3 ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെ tan 75 ഒക്കെ ചെയ്തിട്ടില്ലേ, tan 15 എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. 75 എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? 45 plus 30. tan 15 ആണെങ്കിൽ എങ്ങനെ? 45 minus 30. എന്നിട്ട് tan of a plus b ഒക്കെ ഉപയോഗിച്ച് ചെയ്യാറ് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. രണ്ടത് tan of 75 ചെയ്തു വന്നാൽ tan of a plus b മാതിരിയാക്കും. tan of a plus b മാതിരിയാക്കാൻ വേണ്ടി നമ്മൾ 45 plus 30 എന്നൊക്കെ ചെയ്ത് tan of a plus b ഉപയോഗിച്ച് ചെയ്താൽ ഫൈനലി നമുക്ക് ഇതാണ് കിട്ടുന്നത് കേട്ടോ. tan inverse 2 plus root 3 എന്ന് പറഞ്ഞാൽ അത് ഏത് ഡിഗ്രിയാണ്? 75 ഡിഗ്രിയാണ് കേട്ടോ. മറന്നുപോലെ tan 75 ചെയ്തു വന്നാൽ നമുക്ക് 2 plus root 3 എന്ന് കിട്ടുമെന്ന് അർത്ഥം. അപ്പൊ tan inverse 2 plus root 3 എന്ന് കണ്ടാൽ 75 ഡിഗ്രി എന്ന് എഴുതാം. അതേമാതിരി tan inverse 2 minus root 3 എന്ന് പറഞ്ഞാൽ അത് 15 ഡിഗ്രിയുടെ വാല്യൂ ആണ് കേട്ടോ. അതൊക്കെ പഠിച്ചിരുന്നോളാം. tan inverse 2 plus root 3 എന്ന് പറഞ്ഞാൽ 75. tan inverse 2 minus root 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ 75 plus 15 എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ റേഡിയൻ എല്ലാവർക്കും അറിയാം, π/2 കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ π/2.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ. ഇതാണ് എൻട്രൻസ് ക്വസ്റ്റ്യൻ. പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിലായി എന്നുള്ളത് ഉറപ്പാ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളിനത്. അതങ്ങോട്ട് പഠിച്ച് കുറെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രോബ്ലം എന്നുള്ളതല്ല, ജീവിതത്തിൽ കാണുന്ന പല ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ അഡ്വാൻസ് ആയിട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിച്ചതല്ല, നമുക്കൊന്നും പറ്റുന്നതല്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ചെയ്യാൻ പറ്റാത്തതിനൊക്കെ ചെയ്തെടുക്കുന്നതിലാണ് കഴിവ്. അതെല്ലാം നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഗുഡ് ബൈ.